സോ മക്കളെ നമുക്കിപ്പോൾ HIV വൈറസിനെ എയ്ഡ്സ് എന്നുള്ള അസുഖത്തെ സംബന്ധിച്ചാണ് പറയാനുള്ളത്. എയ്ഡ്സ് എന്ന് പറയുന്നത് ദ മെയിൻ സിസ്റ്റം ഇൻ വിച്ച് ദ HIV ദിസ് ഇസ് കോസ്ഡ് ബൈ ദ ഏതാ പാത്തോജൻ ഏതാ നമുക്കറിയാം, ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് ആണ്. ഇതൊരു റിട്രോ വൈറസ് ആണ് എന്നുള്ളതാണ് വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. റിട്രോ വൈറസ് എന്ന് പറയുമ്പോൾ അതിന്റെ ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത് RNA ആണ്. ജനറ്റിക് മെറ്റീരിയൽ RNA ആണ് അല്ലേ. ഈ HIV വൈറസ് ഫസ്റ്റ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് 1981 കേട്ടോ. നമ്മുടെ ന്യൂയോർക്ക്, ലോസ് ഏഞ്ചൽസിലൊക്കെ, USA ന്യൂയോർക്ക്, ലോസ് ഏഞ്ചൽസിലൊക്കെയാണ് ഇത് ഫസ്റ്റ് റിപ്പോർട്ട് ചെയ്തത്. ഹോമോ സെക്ഷൽ ആയിട്ടുള്ള ആളുകളുടെയിലും അതേപോലെ തന്നെ ഇൻട്രാവീനസ് ഡ്രഗ് അബ്യൂസേഴ്സ്, ഡ്രഗിനെ അബ്യൂസ് ചെയ്യുന്ന ആളുകളുടെയിലൊക്കെ ആയിരുന്നു സാധാരണ ആദ്യമായിട്ട് ഇത് കണ്ടെത്തിയത്. ആക്ച്വലി HIV അക്വേർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം എന്നാണ്, ഒരു അസുഖമല്ല ആക്ച്വലി HIV എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് ഡിസോർഡേഴ്സ് ആണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ HIV ഞാൻ പറഞ്ഞ നേരത്തെ നമ്മളൊരു അംബ്രല പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ അംബ്രല അല്ല, ഏത് അംബ്രല അല്ല, നമ്മുടെ ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞ അംബ്രലയാണ് പോകുന്നത്. സോ ഇമ്മ്യൂണിറ്റി പോയി കഴിഞ്ഞാൽ the patient when exposed to any of the antigen, any antigen can attack him. That is the issue. That is the sad story of this HIV virus. എന്നാലും സ്പെസിഫിക് ആയിട്ട് സാധാരണ ഇമ്മ്യൂണിറ്റി കുറയുമ്പോൾ വരുന്ന ചില അസുഖങ്ങളാണ് മെയിൻ ആയിട്ട് HIV വൈറസിൽ വരിക. ആ അസുഖങ്ങൾക്ക് വിളിക്കുന്ന പേര് ഓപ്പർച്യൂണിസ്റ്റിക് ഇൻഫെക്ഷൻ എന്ന് പറയാറുണ്ട്. ഓപ്പർച്യൂണിസ്റ്റിക് ഇൻഫെക്ഷൻ എന്ന് പറയുമ്പോൾ ഞാൻ പറയട്ടോ, അത് ഞാനൊന്ന് ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയുന്നേ ഉള്ളൂ. സോ ഓപ്പർച്യൂണിസ്റ്റിക് ഇൻഫെക്ഷൻ എന്ന് പറയുമ്പോൾ ഏത് ഓപ്പർച്യൂണിറ്റിയാ? നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറഞ്ഞു എന്നുള്ള ഈ ഓപ്പർച്യൂണിറ്റിനെ മുതലാക്കിയിട്ട് വരുന്ന ഒരുപാട് ഇൻഫെക്ഷൻസിന്റെ ഒരു കളക്ഷൻ ആണ് ആക്ച്വലി നമ്മുടെ HIV വൈറസ്. ഫോർ എക്സാമ്പിൾ TB വരും, ന്യൂമോണിയ വരും, പിന്നെ ടോക്സോപ്ലാസ്മന്റെ അറ്റാക്ക് വരാം. ചില വൈറസുകൾ, ഈവൻ ചില ക്യാൻസറുകൾ പോലും HIV, ചില സ്കിൻ ക്യാൻസർ, കപ്പോസി സാർക്കോമ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് സ്കിൻ ക്യാൻസറുകൾ പോലും ഈ HIV റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് HIV. സോ ഈ പാത്തോജന്റെ എൻട്രി എങ്ങനെയാണ്? പാത്തോജൻസ് എൻട്രി പുറത്തുനിന്ന് ഒരു അൺഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ആൾക്ക് എങ്ങനെയൊക്കെ കിട്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയൊക്കെ മോഡ് ഓഫ് ഇൻഫെക്ഷൻ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് മോസ്റ്റ് കോമൺ സെക്സ് തന്നെയാണ് അല്ലെ. അൺസേഫ് സെക്സ് പ്രാക്ടീസ് ആണ്. സെക്സ് വിത്ത് എന്താ പറയാ മീൻസ് HIV ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ആളായിട്ട് സെക്സ് ചെയ്യാന്നുള്ളത്. ദെൻ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആണ്. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ വഴി HIV സ്പ്രെഡ് ചെയ്യാം. പിന്നെ നമ്മുടെ ഇൻട്രാവീനസ് അല്ലെങ്കിൽ നീഡിൽസ്, IV ഡ്രഗ്സ്, നീഡിൽസ് ഒക്കെ വെച്ചിട്ട് യൂസ് ചെയ്യുമ്പോൾ ആ നീഡിൽസ് വഴി സ്പ്രെഡ് ചെയ്യാം. പിന്നെ മദർ ടു ഫീറ്റസ് അല്ലെ, അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക്. വെർട്ടിക്കൽ ട്രാൻസ്മിഷൻ എന്നാണ് ഇതിന് പറയുക. വെർട്ടിക്കൽ ട്രാൻസ്മിഷൻ. ഇതിൽ ഏറ്റവും മോസ്റ്റ് കോമൺ എന്ന് പറയുന്നത് നമ്മുടെ സെക്സ് തന്നെയാണ്. പക്ഷെ നല്ല ഹൈ റിസ്ക് ഏതിനാണെന്നറിയോ? സെക്സിനാണോ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആണോ? ഹൈ റിസ്ക് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആണ്. ഹൈ റിസ്ക് കാര്യം ആ ബ്ലഡ് നേരിട്ട് വരുന്നതായത് ഹയസ്റ്റ് റിസ്ക് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആണെന്നാണ് സാധാരണ പറയുന്നത്. ഓക്കെ, ഇതിൽ സാധാരണ നമ്മൾ പറയും എക്സ്പോഷർ റിസ്ക് ആണിത്. എക്സ്പോഷർ വന്നു കഴിഞ്ഞാൽ സെക്സ് ആണോ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആണോ റിസ്ക് കൂടുതൽ എന്ന് പറഞ്ഞാൽ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആണ് കൂടുതൽ റിസ്ക്. അത് അവിടുത്തെ ഒരു ഹിഡൻ ക്വസ്റ്റ്യൻ ആണ്. സോ മോസ്റ്റ് കോമൺ വേ ഓഫ് HIV ട്രാൻസ്മിഷൻ സെക്സ് ആണ്. ഹയസ്റ്റ് റിസ്ക് ഓഫ് HIV ട്രാൻസ്മിഷൻ റിസ്ക് എന്ന് പറയുന്നത് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആണ് എന്നുള്ളതാണ് നമ്മുടെ പോയിന്റ്. ഓക്കെ, ദാറ്റ്സ് എ തിങ്. സോ പാത്തോജന്റെ എൻട്രി പറഞ്ഞു. ഇനി ഞാൻ പറഞ്ഞു ഈ പാത്തോജൻ നമ്മുടെ ബോഡിയിലേക്ക് എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ ഇത് എങ്ങനെയാണ് അറ്റാക്ക് ചെയ്യുക എന്നുള്ളതല്ലേ നമ്മുടെ. സോ ഹൗ ദിസ് ഇസ് മെക്കാനിസം ഓഫ് അറ്റാക്ക് ഓഫ് HIV വൈറസ് എന്ന് പറയുന്നത് കുറച്ച് പറയാനുള്ളത് ആയതുകൊണ്ട് ഞാൻ അത് സെപ്പറേറ്റ് പറയാം. സോ ദാറ്റ് ഈസ് ദ ഇമ്പോർട്ടൻസ്. സോ ഇനി ക്ലിനിക്കൽ ഫീച്ചർ, HIV ക്ലിനിക്കൽ ഫീച്ചർ എന്തൊക്കെയാ? HIV ക്ലിനിക്കൽ ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ HIV ആദ്യം വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ചെറിയൊരു പ്രോഡ്രോം സിംറ്റംസ് ഉണ്ടാവുള്ളൂ. പിന്നീട് അങ്ങോട്ട് പ്രോഡ്രോം സിംറ്റംസ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒരു ആന്റിജൻ നമ്മുടെ ബോഡിയിൽ വരുമ്പോൾ നമ്മൾ അങ്ങോട്ട് അതിനെതിരെ റിയാക്ട് ചെയ്യുന്ന ചെറിയൊരു, അത് ചിലപ്പോൾ വെറും ഒരു പനിയായിട്ട് പോകാം, ചില ആൾക്കാർ വെറും ക്ഷീണമായിട്ട് പോകാം HIV വൈറസ് വരുന്ന ആ സമയത്ത്. പിന്നീട് അങ്ങോട്ടുള്ള സംഗതി എന്ന് പറയുന്നത് ഒരു ക്ലിനിക്കൽ ലേറ്റൻസി ആണ്. ഈ ക്ലിനിക്കൽ ലേറ്റൻസി എന്ന് പറയുന്നത് എന്താ? ക്ലിനിക്കൽ ലേറ്റൻസി ഒരു ലേറ്റന്റ് പീരീഡ് ആണ്. ദർ ഇസ് എ ടൈം ലാഗ് ബിറ്റ്വീൻ ദ ഇൻഫെക്ഷൻ ആൻഡ് അപ്പിയറൻസ് ഓഫ് HIV/AIDS സിംറ്റംസ്. എൻസൈറ്റിയിൽ അത് 5 to 10 years ആണ് കൊടുത്തത്. 5 to 10 years കഴിഞ്ഞ്, അതായത് ഇപ്പോൾ
ഫോർ എക്സാമ്പിൾ ഒരു ക്ലാസിക്കലി നമ്മൾ പറയും ലോറി ഡ്രൈവേഴ്സ് അല്ലെ, ലോറി ഡ്രൈവേഴ്സ് അവർ ഒരുപാട് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്ന ആളുകളാണ്. സോ അവർ ട്രാവൽ ചെയ്ത് അവർ ചിലപ്പോൾ ദേ മൈറ്റ് ഹാവ് ഇൻവോൾവ്ഡ് ഇൻ എനി അൺമോറൽ ഓർ അൺവാണ്ടഡ് സെക്സിൽ അവർ ഇൻവോൾവ് ആയി. സോ ആ സെക്സിൽ ഇൻവോൾവ് ആയ ടൈം ഇതാണ്. പക്ഷേ അപ്പോൾ HIV വൈറസ് ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് HIV വൈറസ് അവർക്ക് കിട്ടി. HIV വൈറസ് കിട്ടി ആ ഒരു 2 to 3 days കൊണ്ട് അവർക്കൊരു പ്രോഡ്രോം സിംറ്റം ഉണ്ടാകും. പക്ഷെ അത് നോട്ട് ചെയ്യൂല മിക്കവാറും ആളുകൾ. പിന്നീട് അങ്ങോട്ട് ഒരുപാട് ടൈം ഡിലേ ഉണ്ട്. ഒരു 10 to 15 years ഒക്കെ കഴിഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ 5 to 10 years ഒക്കെ കഴിഞ്ഞിട്ടാണ് ചിലപ്പോൾ ഇവരുടെ HIV വൈറസിന്റെ നല്ല സിംറ്റംസ്. ഈ ഒരു ടൈമിൽ ആക്ച്വലി ക്ലിനിക്കലി ദേ ആർ ലാറ്റന്റ്. പക്ഷേ എന്തിനെങ്കിലും പേരിൽ, ഫോർ എക്സാമ്പിൾ സാധാരണ നമ്മൾ HIV-ന്റെയും ടെസ്റ്റ് HIV HbSAg എന്നൊക്കെ പറയും അല്ലെ. HIV HbSAg ടെസ്റ്റ് ചെയ്യുക എന്തെങ്കിലും, ഫോർ എക്സാമ്പിൾ നമ്മൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നു, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഫോറിൻ കൺട്രീസിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും സർജറിക്ക് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ സർജറിക്ക് പോസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ HIV HbSAg നോക്കും. നമുക്ക് HIV HbSAg ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടല്ല അത് ആക്ച്വലി ചെയ്യുന്നത്. നിങ്ങൾ സർജറി ചെയ്യുന്ന ഡോക്ടർമാർക്ക് അസുഖം കിട്ടാതിരിക്കാൻ, കാരണം അവർ ബ്ലഡ് വെച്ച് ചെയ്യുമ്പോൾ അവർ ബ്ലഡിലൂടെ അവർക്ക് കിട്ടാതിരിക്കാൻ HIV HbSAg നോക്കും. അപ്പോഴായിരിക്കും ഇൻസിഡന്റൽ ഡിറ്റക്ഷൻ എന്ന് പറയും. ഇൻസിഡന്റൽ ഡിറ്റക്ഷൻ ഓഫ് HIV അങ്ങനെ ഉണ്ടാകാറുണ്ട് സാധാരണ. ഓക്കെ, സോ ഈ സമയത്ത് ഈ ഒരു ക്ലിനിക്കൽ ലേറ്റൻസി ടൈമിൽ എന്താ നടക്കുന്നത് ആക്ച്വലി? ആ ലേറ്റന്റ് പീരീഡിൽ HIV വൈറസ് ഇങ്ങനെ ബോഡിയിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അവർ അറ്റാക്ക് ചെയ്യുന്ന സെല്ലുകൾ എന്ന് പറയുന്നത് നമ്മുടെ ഇമ്മ്യൂൺ സെല്ലുകളായിട്ടുള്ള അറ്റാക്ക് ചെയ്യുന്നത് നമ്മുടെ മാക്രോഫേജസ് ഉണ്ട് ആൻഡ് മോസ്റ്റ്ലി ഏറ്റവും വലിയ ഇഷ്യൂ ഹെൽപ്പർ ടി സെൽസ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 60% ഓഫ് ടി ലിംഫോസൈറ്റ്സ് ഹെൽപ്പർ ടി സെൽസ് ആണ്. ഈ ഹെൽപ്പർ ടി സെൽസിനെ അഫക്ട് ചെയ്യുമ്പോഴാണ് ഹെൽപ്പർ ടി സെൽ മാക്രോഫേജിനെ ഇവർ ഒരു എയ്ഡ് ആയിട്ട് യൂസ് ചെയ്യും. മാക്രോഫേജ് വെച്ചിട്ടാണ് ഇവരിങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, ആ മൾട്ടിപ്ലൈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ NCERT കൊടുത്തിട്ടുണ്ട്. ലൈഫ് സൈക്കിൾ ആയിട്ട് NCERT പറയുന്നുണ്ട്. അത് റെപ്ലിക്കേഷൻ ഓഫ് റിട്രോ വൈറസ് ആയിട്ട് NCERT പറയുന്നുണ്ട്. അത് നമുക്ക് നോക്കാം. അപ്പോൾ HIV വൈറസിന്റെ ഒരു ആവറേജ് സ്ട്രക്ചർ NCERT പറയുന്നില്ലെങ്കിലും അത് വെച്ചിട്ട് ക്വസ്റ്റ്യൻ വന്നതുകൊണ്ട് ഞാൻ പറയാണ്. HIV വൈറസിന് ഒരു കോട്ടിംഗ് ഉണ്ട്. പിന്നെ അതിന്റെ അകത്ത് നമുക്ക് ഈ ഒരു ഏരിയയിൽ നമുക്ക് എന്ത് കാണാം? RNA കാണാം. 2 RNA സിംഗിൾ സ്ട്രാൻഡഡ് ആയിട്ടുള്ള RNA ഇങ്ങനെ കാണാം. ഓക്കെ, ഓരോ RNA മോളിക്യൂളിൽ ഇങ്ങനെ എന്തുണ്ടാകാം? നമ്മുടെ റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് എന്ന് പറഞ്ഞ ഒരു എൻസൈം ഉണ്ട്. റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ്. സോ 2 റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് എൻസൈം ഉണ്ട്. ഇതിനൊക്കെ പേരുകളൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾ ഹയർ സ്റ്റഡീസിൽ പഠിക്കും കേട്ടോ. പുറമേയുള്ള കോട്ടിങ്ങിനൊക്കെ ഇവരുടെ ചില പ്രോട്ടീനുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഇതാണ് ഒരു HIV വൈറസിന്റെ ആവറേജ് സ്ട്രക്ചർ. ഇനി HIV വൈറസിന്റെ അറ്റാക്ക് ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു മാക്രോഫേജസും ഹെൽപ്പർ ടി ലിംഫോസൈറ്റുകളാണ്. അത് NCERT കൊടുത്തിട്ടുണ്ട്. ഹെൽപ്പർ ടി ലിംഫോസൈറ്റുകൾ ഓക്കെ, NCERT കൊടുത്തൊരു ഡയഗ്രാമാണ്. സോ കണ്ടോ, റിട്രോ വൈറസുകൾ ഇങ്ങനെ വന്നു. നമ്മുടെ HIV-ന്റെ വൈറൽ RNA കോർ ഇതാ. സോ അതിൽ നിന്ന് RNA പുറത്തേക്ക് വന്നു. ഈ RNA പിന്നെ വൈറസിന്റെ റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് വെച്ചിട്ട് ഈ വൈറൽ RNA വൈറൽ DNA ആയി മാറും. ഇത് ആക്ച്വലി ഡബിൾ സ്ട്രാൻഡഡ് ആട്ടോ. NCERT കറക്റ്റ് കാണിച്ചിട്ടില്ല. ഈ DNA ആണ് ഹ്യൂമൻ DNAയിൽ വന്നിട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നത്. കാര്യം ഹ്യൂമൻസ് ഹാവ് DNA അല്ലേ. ആ DNAക്ക് DNA-നെ അറ്റാക്ക് ചെയ്യാൻ പറ്റുള്ളൂ, ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഉള്ളിൽ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ട് ഇവിടെ വീണ്ടും DNA ട്രാൻസ്ക്രിപ്ഷൻ നടന്ന് ഒരുപാട് mRNA ഉണ്ടാകുന്നു. ആ mRNA-യിൽ നിന്ന് ഒരുപാട് വൈറൽ പ്രോട്ടീനുകൾ ഉണ്ടാകുന്നു. അങ്ങനെയാണ് ഒരുപാട് വൈറൽ പ്രോട്ടീനുകൾ പുതിയ ന്യൂ വൈറൽ RNA ഉണ്ടാകുന്നു. കണ്ടോ, അങ്ങനെ പുതിയ വൈറസ് മോളിക്യൂളുകൾ ഉണ്ടാകുന്നു. ആ വൈറസുകൾ പെരുകുന്ന പോലെയാണ്, റെപ്ലിക്കേറ്റ് ചെയ്ത് ഒരുപാട് ഉണ്ടാകുന്നത്. ഇതിന്റെ ഒരു ആവറേജ് ഒരു വീഡിയോ ഞാൻ കാണിക്കാൻ ശ്രമിക്കാം കേട്ടോ. When HIV first enters the human bloodstream, the virus circulates throughout the body.
The protective surface of HIV is studded with particular proteins called GP120, and inside is a capsid that contains the viral RNA and viral enzymes. Initially, the GP120 protein on the virus is only able to bind to a cell surface നിങ്ങളോട് പറഞ്ഞിരുന്നു മാക്രോഫേജിൽ അല്ലെങ്കിൽ നമ്മുടെ ഹെൽപ്പർ ടി ലിംഫോസൈറ്റുകളിലുള്ള റിസപ്റ്ററിന്റെ പേര് protein on the macrophage called the CD4 receptor. A second receptor protein, CCR5, must also be present on the macrophage for the virus to enter the cell by endocytosis. ഓക്കെ ഉള്ളിൽ കയറി മാക്രോഫേജിന്റെ ഉള്ളിൽ കയറി Viral RNA and enzymes are കയറിയപ്പോൾ കണ്ടോ ഈ RNA മോളിക്യൂൾ സെപ്പറേറ്റ് ചെയ്തു ഇതെന്താ റിവേഴ്സ് released into the cell's cytoplasm. ഈ റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് ഉപയോഗിക്കുന്നു. Reverse transcriptase uses the viral RNA to synthesize first a strand of viral DNA and then the complementary DNA strand. അത് ഡബിൾ സ്ട്രാൻഡഡ് ആയി മാറുന്നുണ്ട്. ഓക്കെ എന്നാലല്ലേ DNA ഉള്ളൂ. DNA ആയി കണ്ടോ. The viral DNA then moves to the nucleus of the cell where it integrates into the host human host DNA ആണ് cell's DNA. അതിനകത്തേക്ക് കയറി നമ്മുടെ DNA യിൽ ഇൻകോർപ്പറേറ്റ് Transcription of ഇൻകോർപ്പറേറ്റ് ചെയ്തു. ഇനി ട്രാൻസ്ക്രിപ്ഷൻ അല്ലേ നടക്കേണ്ടത്. ബാക്കി നിങ്ങൾ ജെനറ്റിക്സിൽ പഠിച്ച ട്രാൻസ്ക്രിപ്ഷൻ നടക്കുമ്പോൾ the DNA within the nucleus now results in the ഇത് അപ്പോൾ അങ്ങനെ വൈറൽ RNA production of viral RNA. എങ്ങനെയാണ് വൈറൽ RNA? This viral RNA can serve as the genome for new viruses and can be used as messenger RNA to produce viral proteins during translation by the ribosomes. അങ്ങനെ ഒരുപാട് നമുക്ക് Complete viruses are assembled and released from the cell via exocytosis, which causes little harm to the macrophage. HIV cycles through macrophages over a period of years and continues to multiply while doing little apparent damage to the body. സെല്ലിന്റെ പ്ലാസ്മ മെംബ്രെയിൻ അധികം പൊട്ടുന്നില്ല കണ്ടോ. സെല്ല് മൈക്രോഫേജ് അങ്ങനെ തന്നെ ഉണ്ട്. പക്ഷേ eventually the gene that codes for the GP120 ഹെൽപ്പർ ടി ലിംഫോസൈറ്റിനെ ബാധിക്കുമ്പോൾ എന്താണ് വ്യത്യാസം എന്നുള്ളത് നമുക്ക് protein is altered by mutation. ഇതിലെ കുറച്ചുകൂടെ ഡീറ്റെയിൽസ് ഉണ്ട്, അതിലേക്ക് നമ്മൾ പോണ്ട. The altered GP4+. ഇപ്പോ ഈ ഒരു എന്താ പറയാ നെക്സ്റ്റ് ഇവൻ അറ്റാക്ക് ചെയ്യാൻ പോകുന്നത് CD4 റിസപ്റ്ററിലെ T സെൽസിലേക്കാണ് കേട്ടോ. നേരത്തെ മാക്രോഫേജ് T cells. T സെല്ലിൽ ചെറിയ ഡിഫറൻസ് ഉണ്ട്. The same processes occur within the T cells, resulting in new virus particles. However, as these new viruses leave the T cell, they rupture the plasma membrane, which kills the cell. This kill actually the helper. As these newly released viruses invade and destroy other T cells, the body's immune response is weakened, and this leads directly to the onset of AIDS. That's the issue. So CD4 എന്ന് പറയുമ്പോൾ നമ്മുടെ ഹെൽപ്പർ ടി ലിംഫോസൈറ്റുകൾ കുറയുന്ന ഇഷ്യൂ ആണ് ആക്ച്വലി ഏതിലെ മെയിൻ ഇഷ്യൂ, നമ്മുടെ HIV വൈറസിലെ മെയിൻ ഇഷ്യൂ. സോ ഈ HIV വൈറസിൽ ആരുടെ കൗണ്ട് കുറയുന്നു? ഹെൽപ്പർ ടി ലിംഫോസൈറ്റുകളുടെ കൗണ്ട് കുറയുന്നു എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ഇഷ്യൂ. ഈ ഹെൽപ്പർ ടി ലിംഫോസൈറ്റുകളുടെ കൗണ്ട് കുറയുന്നതാണ് ആക്ച്വലി. അതുകൊണ്ടാണ് അങ്ങനെ എവൻച്വലി ഹെൽപ്പർ ടി ലിംഫോസൈറ്റുകളുടെ കൗണ്ട് ക്രമാതീതമായിട്ട് നല്ലോണം കുറയുന്ന സമയത്ത് ലിംഫോസൈറ്റുകളുടെ പണി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ലിംഫോസൈറ്റ്സ് ആർ വെരി എസെൻഷ്യൽ ഫോർ ദ ഇമ്മ്യൂണിറ്റി ഓഫ് ദ ബോഡി. സോ ഇമ്മ്യൂണിറ്റി നമ്മുടെ ബോഡിയിൽ നല്ലോണം നഷ്ടപ്പെടുന്നു. സോ നമുക്ക് ഒരുപാട് സിംറ്റംസുകൾ വരുന്നു. HIV മെയിൻ സിംറ്റംസ് ആയിട്ട് NCRT കൊടുത്തത് ഫീവർ കൊടുത്തിട്ടുണ്ട്. ഡയറിയ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാര്യം ഡയറിയ ഒരു ഇൻട്രാക്റ്റബിൾ ഡയറിയ എന്നാണ് മെഡിക്കൽ ടെർമിനോളജിയിൽ പറയുക. കാര്യം സിവിയർ ക്രോണിക് ഡയറിയാണ്, ഹാർഡ് ടു കൺട്രോൾ ആണ് ആ ഡയറിയ. ഓക്കെ, HIV AIDS വേറെ കോസ് ഇങ്ങനത്തെ സിവിയർ ഡയറിയ എപ്പോഴും ഡയറിയ തന്നെ ആയിരിക്കും. സോ ഫീവർ, ഡയറിയ, അതേപോലെ തന്നെ വെയിറ്റ് ലോസും ഉണ്ട്. ഫീവർ, ഡയറിയ, വെയിറ്റ് ലോസ്. പിന്നീട് ഞാൻ പറഞ്ഞു HIV സിംറ്റം എന്ന് പറയുന്നത് HIV ഏത് അസുഖമാണ് നമ്മളെ ബാധിക്കുന്നത്? that we call as opportunistic infection. ഈ opportunistic infection എന്ന് പറയുമ്പോൾ നമുക്ക് ഏത് പാത്തോജൻ കൊണ്ടും വരാം. നമുക്ക് ബാക്ടീരിയാസ് ലൈക്ക് മൈക്കോബാക്ടീരിയം, TB വരാറുണ്ട്, സെക്കൻഡറി TB വരാറുണ്ട്, ന്യൂമോണിയ വരാറുണ്ട്. ഓക്കെ, സോ ബാക്ടീരിയ ഉണ്ട്, വൈറസസ് ഉണ്ട്, പിന്നെ നമ്മുടെ ഫംഗസ് ഉണ്ട്, ഈവൻ പാരസൈറ്റ്സ് ലൈക്ക് ടോക്സോപ്ലാസ്മ. അത് NCRT ടോക്സോപ്ലാസ്മ ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു അസുഖം കേട്ടോ. ടോക്സോപ്ലാസ്മ ഒക്കെ NCRT കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഈവൻ ക്യാൻസറുകൾ പോലും ഇതിൽ വരാറുണ്ട് കേട്ടോ. സ്കിൻ ക്യാൻസറുകൾ പോലും ഇതിൽ വരാറുണ്ട്. അപ്പൊ കാര്യം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇതാണ് നമ്മുടെ HIV വൈറസിന്റെ അറ്റാക്കിന്റെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി
HIV ഡിറ്റക്ട് ചെയ്യാൻ നമ്മൾ സാധാരണ ഡയഗ്നോസ് ചെയ്യാൻ സാധാരണ യൂസ് ചെയ്യുന്ന മോസ്റ്റ് കോമൺലി യൂസ്ഡ് ആന്റിജൻ ആന്റിബോഡി റിയാക്ഷൻ ടെസ്റ്റിലെ എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോസോർബൻ അസേ നിങ്ങൾ ബയോടെക്നോളജിയിലൊക്കെ ഇതിന്റെ ഒരു ആപ്ലിക്കേഷൻ ലെവലൊക്കെ പഠിച്ചിട്ടുണ്ട്. പിന്നെ വെസ്റ്റേൺ ബ്ലോട്ട് എന്ന് പറഞ്ഞ ടെസ്റ്റുകൾ വേറെ ആയിട്ട് സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്ന ടെസ്റ്റുകൾ എന്ന് പറയുന്നത് എലൈസ ടെസ്റ്റ് ആണ്. ഓക്കെ, ഇനി ഇതിന്റെ ട്രീറ്റ്മെന്റ് എന്താ? ട്രീറ്റ്മെന്റ് ആന്റിവൈറൽ ഡ്രഗ്സ് കൊടുക്കാം. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആന്റിവൈറൽ ഡ്രഗ്സ് നമ്മൾ ഡേഞ്ചറസ് ആയിട്ടുള്ള എത്രയും അസുഖങ്ങൾക്ക് കൊടുക്കും. പക്ഷേ ദിസ് ഈസ് നോട്ട് എ ട്രീറ്റ്മെന്റ്, ദിസ് ഈസ് ക്യാൻ പ്രൊലോങ് ദ ലൈഫ് ഓഫ് ദ പേഷ്യന്റ് ഓൺലി. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ദിസ് ഈസ് നോട്ട് എ കംപ്ലീറ്റ് ട്രീറ്റ്മെന്റ്. അങ്ങനെയൊക്കെ ചോദ്യം വരാട്ടോ. ഇനി ട്രീറ്റ്മെന്റിനേക്കാൾ ഉപരി പ്രിവെൻഷൻ ആണ് ഏറ്റവും ബെസ്റ്റ്. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. സോ എങ്ങനെ നമുക്ക് HIV വൈറസ് പ്രിവെന്റ് ചെയ്യാം? പ്രിവെന്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ അതിന്റെ കോസേറ്റീവ് ഏജന്റ് എന്തൊക്കെയാണോ ഉള്ളത് അതിനെ നമ്മൾ പ്രിവെന്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ കോസേറ്റീവ് എന്ന് പറയുമ്പോൾ നമുക്ക് സേഫ് സെക്സ് പറയാം അല്ലെ, സേഫ് സെക്സ്. പിന്നെ കോണ്ടോംസ് യൂസ് ചെയ്യുന്നു. പിന്നെ നമ്മൾ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷന്റെ മുന്നേ ആയിട്ട് ബ്ലഡിനെ സ്ക്രീനിങ് ചെയ്യുന്നു, സ്ക്രീനിങ് ഓഫ് ബ്ലഡ് ബിഫോർ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ. പിന്നെ ഡ്രഗിന്റെ കൺട്രോൾ ഡ്രഗ് യൂസ് അല്ലെ, പിന്നെ ഡിസ്പോസിബിൾ നീഡിൽസ് കാര്യങ്ങളൊക്കെ ആ കാര്യങ്ങൾ പറയാം. പിന്നെ നമ്മൾ റെഗുലർ ചെക്കപ്പ്, ഫോർ എക്സാമ്പിൾ നമ്മുടെ മദേഴ്സിനെ HIV വൈറസ് ഡിറ്റക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അവോയ്ഡ് ദം ഓർ അഡ്വൈസ് ദം നോട്ട് ടു ഗെറ്റ് പ്രഗ്നന്റ് എന്ന് പറയാം. കാര്യം HIV വൈറസ് സാധാരണഗതിയിൽ സ്പ്രെഡ് ചെയ്യുന്നത് ത്രൂ ബ്രസ്റ്റ് മിൽക്കിലൂടെ സ്പ്രെഡ് ചെയ്യാം. ത്രൂ ബ്രസ്റ്റ് മിൽക്കിലൂടെ ഇത് സ്പ്രെഡ് ചെയ്യാറുണ്ട്. ഓക്കെ, സോ ആക്ച്വലി ഈവൺ ഇഫ് കുട്ടിക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ പോലും പാല് കൊടുക്കാൻ പറ്റില്ല കുട്ടിക്ക് അല്ലെ, അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. സോ ട്രീറ്റ്മെന്റ് നോ അബ്സല്യൂട്ട് ട്രീറ്റ്മെന്റ് ആണ്. കൺട്രോൾ ദ ഓപ്പർച്യൂണിസ്റ്റിക് ഇൻഫെക്ഷൻ എന്നുള്ളതാണ് നമ്മുടെ ട്രീറ്റ്മെന്റ് അജണ്ട. ഓക്കെ, ഇനി HIV വൈറസ് എങ്ങനെ സ്പ്രെഡ് ചെയ്യുക എന്നുള്ളത് ഞാൻ പറഞ്ഞു, ത്രൂ ബ്ലഡ് കാര്യങ്ങൾ. HIV വൈറസ് ഏതിലൂടെ സ്പ്രെഡ് ചെയ്യില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സലൈവയിലൂടെ HIV വൈറസ് സ്പ്രെഡ് ചെയ്യില്ല. സലൈവയിലൂടെ സ്പ്രെഡ് ചെയ്യുന്നത് ആക്ച്വലി പ്രൂവ് ചെയ്തിട്ടില്ല. അതിന് പറയുന്നത് ആക്ച്വലി നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. HIV വൈറസ് ക്യാൻ ബി പ്രസന്റ് ഇൻ സലൈവ എന്നാ പറയാ. പക്ഷേ ഈ സലൈവയിലെ HIV വൈറസിനെ ഇനാക്ടിവേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇൻഹിബിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സലൈവയിൽ ചില എൻസൈമുകളൊക്കെ ഉണ്ട് എന്നുള്ളത് പറയാറുണ്ട്. സെക്രട്ടറി ല്യൂക്കോസൈഡ് പ്രോട്ടിയേസ് ഇൻഹിബിറ്റർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇൻഹിബിറ്റർ. സോ സലൈവയിൽ എന്തായാലും ഇല്ല. ഓക്കെ, പിന്നെ നമ്മുടെ ഏതിലൂടെ സ്പ്രെഡ് ചെയ്യൂല? ഫോർ എക്സാമ്പിൾ കിസ് അല്ലെ, ഡ്രൈ കിസ്സിങ് അല്ലെങ്കിൽ ഷെയറിങ് ടോയ്ലറ്റ് അങ്ങനെയൊക്കെ ചോദിക്കുക കേട്ടോ. HIV വൈറസ് ഈസ് നോട്ട് സ്പ്രെഡ് ത്രൂ എന്ന് ചോദിച്ചിട്ട് ഇതിൽ ഇങ്ങനത്തെ ഓപ്ഷൻസ് വരാം. ഷെയറിങ് റൂംസ്, ബാത്റൂം, ഒരുമിച്ച് കുക്ക് ചെയ്താല്. പിന്നെ ഈവൻ പലരും ചോദിച്ച ചോദ്യം മോസ്കിറ്റോ ബൈറ്റ്, ബെഡ് ബഗ് ഇതിലൂടെ ഒന്നും സ്പ്രെഡ് ചെയ്യൂല എന്നാണ് പറയുന്നത്. ഓക്കെ, ബെഡ് ബഗ്. പിന്നെ എയർ ഫുഡ്സ്, അതിലൂടെ എല്ലാം സ്പ്രെഡ് ചെയ്യുമോ? എയർ നമ്മൾ സാധാരണ പറഞ്ഞ എയർ, ഫുഡ്. പിന്നെ ഫോമൈറ്റ് ഞാൻ പറഞ്ഞു അവർ യൂസ് ചെയ്ത ഒബ്ജക്റ്റുകൾ, അതിലൂടെ ഒന്നും HIV വൈറസ് സ്പ്രെഡ് ചെയ്യില്ല. സോ ആ ഒരു സ്റ്റിഗ്മ ഒന്നും നമുക്ക് വേണ്ട. HIV വൈറസ് സ്പ്രെഡ് ചെയ്യുന്ന മെക്കാനിസം നമ്മൾ പറഞ്ഞു. ഏറ്റവും മോസ്റ്റ് കോമൺ ആയിട്ടുള്ളത് സെക്സ് ആണ്. പക്ഷെ ഏറ്റവും റിസ്ക് ഉള്ളത് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആണ്. പിന്നീട് ഇൻട്രാവീനസ് ഡ്രഗ് അല്ലെങ്കിൽ നീഡിൽസ്, പിന്നെ മദർ ടു വെർട്ടിക്കൽ ട്രാൻസ്മിഷൻ, മദർ ടു ഫീറ്റസ് ട്രാൻസ്മിഷൻ. ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. ഇത്രയാണ് നമുക്ക് HIV വൈറസുമായിട്ട് റിലേറ്റഡ് ആയിട്ട് പറയാനുള്ളത്. ഓക്കെ, ഇഫ് എനി ഡൗട്ട് യു ക്യാൻ ആസ്ക് മീ. നൗ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സോ ഈ ഒരു ഇതിലെന്തേലും ഉണ്ടോ? HIV അറ്റാക്ക് ചെയ്തു, HIVന്റെ ഇത് വരുന്നു കണ്ടോ, വൈറൽ RNA റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ്. ഇതിൽ നിന്ന് ഇത് DNA ആയി കേട്ടോ, വൈറൽ DNA. ഈ വൈറൽ DNA ആണ് ഉള്ളിലേക്ക് പോകുന്നത്, അതാണ് ഇവിടെ ഇൻകോർപ്പറേറ്റ് ചെയ്തത്. അതിങ്ങനെ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ട് ന്യൂ വൈറൽ RNA മോളിക്യൂളുകൾ ഉണ്ടാകുന്നത് കണ്ടോ. ന്യൂ വൈറൽ RNA മോളിക്യൂളുകൾ പുറത്തേക്ക് വരുന്നു. അങ്ങനെ HIV വൈറസ് ആയിട്ട് ഇത് പുറത്തേക്ക് പോകുന്നു. അപ്പോൾ ആ ഒരു കാര്യമാണ് ഞാനിപ്പോൾ കാണിച്ചത്. ഓക്കെ, ഫൈൻ. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇദ്ദേഹമാണ്. ഇതെന്താ ഈ സാധനം? നമ്മൾ സാധാരണ ക്രാബ് വെച്ചിട്ടാണ്, ക്യാൻസർ ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ക്രാബ് വെച്ചിട്ടാണ് HIV വൈറസ് ക്യാൻസറിനെ സംബന്ധിച്ച് പറയുക. അത് കാര്യം എന്താ പറയുക, ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ, ആ ഒരു പ്രൊജക്റ്റിംഗ് അല്ലെങ്കിൽ ആ ഒരു സ്പ്രെഡിങ് ടെൻഡൻസി ഓഫ് ക്യാൻസർ കാണിക്കാൻ വേണ്ടിയിട്ടാണ് സാധാരണ ഈ ഒരു ക്രാബ് കാണിക്കുക. ലാറ്റിൻ ടെർമിനോളജിയിൽ ക്യാൻസർ എന്ന് പറഞ്ഞാൽ ക്രാബ് എന്നാണ് അർത്ഥം. ഓക്കെ, സോ കണ്ടോ HIV വൈറസിന്റെ ഒരു ട്രാൻസ്മിഷൻ. സോ വാട്ട് എവർ വി ഹാവ് ടു ഡിസ്കസ് അബൌട്ട് HIV, എന്തത് ക്യാൻസർ അല്ലേ, ക്യാൻസർ. സോ ക്യാൻസർ എന്താണോ ക്യാൻസർ? ക്യാൻസർ ഈസ് ആക്ച്വലി നമ്മൾ സാധാരണ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങളിപ്പോൾ ക്ലാസ് റൂമിൽ ഇരിക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ
ക്ലാസ് റൂമിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ അടുക്കി പെറുക്കി ഇങ്ങനെ ഇരിക്കുകയാണല്ലോ, എല്ലാവരും കൂടെ ഒരുമിച്ച് ഇങ്ങനെ ഇരിക്കുക. നിങ്ങളിപ്പോൾ ക്ലാസ് റൂമിലല്ല, ഓരോരുത്തർ ഇൻഡിവിജ്വൽ ആയിട്ട് ഇരിക്കുകയാണ് എന്നുള്ളത് എനിക്കറിയാം. അതുകൊണ്ട് നിങ്ങൾക്കിപ്പോൾ അത് ബാധകമല്ലെങ്കിലും സാധാരണ നിങ്ങൾ പണ്ട് ക്ലാസ്സിൽ ഇരിക്കുന്ന ഒരു ഇത് ആലോചിക്കുക. നിങ്ങളുടെ ഫോർ എക്സാമ്പിൾ നിങ്ങളിതിൽ ഇത് നിങ്ങളാണെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് എന്തായാലും എന്താ ആഗ്രഹം ഉണ്ടാവും, ക്ലാസ്സിൽ ഒരു ഡാൻസ് കളിക്കാനോ അല്ലേ? ഇവിടെ മുന്നിൽ ഇവരുടെ മുന്നിൽ നിങ്ങളുടെ ടീച്ചർ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹം ക്ലാസ്സിൽ ഡാൻസ് കളിക്കാനും ക്ലാസ്സിന് പുറത്തു പോകാനും ഒക്കെ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാവും. പക്ഷേ നിങ്ങൾ അത് ചെയ്യൂല. കാരണം നിങ്ങൾക്കൊരു ഇൻഹിബിഷൻ എന്ന് പറഞ്ഞ സാധനം നോർമലി ഉണ്ട്. എന്ത് ഇൻഹിബിഷനാ? ഇൻഹിബിഷൻ ദാറ്റ് വാട്ട് മൈറ്റ് അതേഴ്സ് തിങ്ക് അല്ലേ? ആ ഒരു ഇൻഹിബിഷൻ നിങ്ങൾക്ക് ഉണ്ട്. പക്ഷേ ഈ ഇൻഹിബിഷൻ നിങ്ങൾക്ക് പോവും എപ്പോ? നിങ്ങൾക്ക് ഭ്രാന്താവും അല്ലെ? മാഡ്. സോ മാഡ് ആയി കഴിഞ്ഞാൽ നമ്മൾ ആകെ ഫുൾ കച്ചറായിരിക്കും. നമുക്ക് ബാക്കിയുള്ളവര് സോ ഇൻഹിബിഷൻ വിൽ ബി ലോസ്റ്റ് വെൻ വി ആർ ഗെറ്റിംഗ് മാഡ്. ഇതേ അവസ്ഥയാണ് ക്യാൻസർ. സോ സപ്പോസ് ഒരു സെല്ല് ഉണ്ടായിരുന്നു, ഒരുപാട് സെല്ല് ഉണ്ടായിരുന്നു. ഓക്കെ, ഒരുപാട് സെല്ലുകൾ ഇങ്ങനെ ഉണ്ട്. ഇതില് സെല്ല് എപ്പോ സാധാരണ ഫോർ എക്സാമ്പിൾ സെൽ എ, ഈ നടുവിലുള്ള സെല്ല് എ ആണെന്ന് വിചാരിക്കുക. ഈ സെൽ എ ഇതൊക്കെ നോർമലായ അവസ്ഥയിൽ ഈ സെല്ലിനെ മൾട്ടിപ്ലൈ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ ഭ്രാന്തായിട്ട് കളിക്കണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ആ ഒരു ബാക്കിയുള്ള സെല്ലായിട്ടുള്ള ആ ഒരു കോണ്ടാക്ട് ഉള്ളത് കൊണ്ട് there is a process which is called contact inhibition. Very important, this contact inhibition is present in normal cell. പലർക്കും അത് മാറി പോകാറുണ്ട്. കോണ്ടാക്ട് ഇൻഹിബിഷൻ ക്യാൻസറസ് സെല്ലിന്റെ പ്രോപ്പർട്ടി അല്ല, ക്യാൻസറസ് സെല്ലിൽ ലോസ് ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ് കോണ്ടാക്ട് ഇൻഹിബിഷൻ. when this particular cell has gone cancerous, this cell will get lost. I mean, ഈ contact inhibition പോകുന്നു, or literally the cell will be gone, or cell will be converted into a mad state, or that this contact inhibition പോയി കഴിഞ്ഞാൽ cell will show uncontrolled multiplication. So this uncontrolled multiplication of cell ആണ് actually uncontrolled multiplication or uninhibited multiplication of cells ആണ് actually cancer എന്ന് പറയുന്നത് അല്ലേ? So cells have gone literally mad. Madness is like gravity, all you want is a push എന്നുള്ള ഒരു ഫേമസ് ഡയലോഗ് നിങ്ങൾ കേട്ടണമെന്ന് എനിക്കറിയില്ല. I think it's from by the famous Joker അല്ലേ, ഡാർക്ക് നൈറ്റ് എന്ന് പറഞ്ഞ ഒരു സിനിമയിലുള്ള. സോ വാട്ട് എവർ, മാഡായി അങ്ങനെ ക്യാൻസറസ് സെൽ ഇങ്ങനെ ഗ്രോ ചെയ്യുന്ന ഒരു കണ്ടീഷനാണ് ആക്ച്വലി നമ്മുടെ ഈ ക്യാൻസർ എന്ന് പറയുന്നത്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. സോ ക്യാൻസറസ് സെല്ല് ക്യാൻസർ ആയി മാറിക്കഴിഞ്ഞാൽ ലോസ്റ്റ് കോണ്ടാക്ട് ഇൻഹിബിഷൻ ആണ്. കോണ്ടാക്ട് ഇൻഹിബിഷൻ പോയാൽ ഇത് അൺകൺട്രോൾഡ് ആയിട്ട് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടേയിരിക്കും. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. സോ ഇനി ക്യാൻസറസ് ഗ്രോത്ത് എന്ന് പറയുന്നത് ഈസ് ബേസിക്കലി ഓഫ് ടു ടൈപ്സ്. ക്യാൻസറസ് ഗ്രോത്തിനെ വിളിക്കുന്ന പേരാണ് നമ്മൾ എന്ത്? ട്യൂമേഴ്സ്. ആ ഡിവൈഡിങ് സെല്ലിങ്ങനെ ഡിവൈഡ് ചെയ്ത് ഒരു മാസ് ഓഫ് സെൽ ഉണ്ട്. ഈ മാസ് ഓഫ് സെൽ ക്യാൻ ബി ഓഫ് ടു ടൈപ്സ്. മാസ് ഓഫ് സെല്ലിനാണ് ട്യൂമേഴ്സ് എന്ന് പറയുക. ദിസ് ട്യൂമേഴ്സ് ക്യാൻ ബി ഓഫ് ടു ടൈപ്സ് ആക്ച്വലി. These tumors can be benign tumor or a malignant tumor. Benign tumor or a malignant tumor. What is the basic difference between this benign tumor and malignant tumor? Very important. Benign tumor എന്ന് പറഞ്ഞാൽ എവിടെയാണോ ഈ മാസ് ഓഫ് സെൽ ഉള്ളത് അവിടെ ഇത് കൺഫൈൻഡ് ആണ്. അത് സ്പ്രെഡ് ചെയ്യൂല. സാധാരണ പ്രശ്നമൊന്നുമില്ലാത്ത ക്യാൻസർ ആണ് എന്ന് പറയും. പക്ഷെ മാലിഗ്നന്റ് ട്യൂമേഴ്സ് അല്ലെങ്കിൽ മാലിഗ്നന്റ് ക്യാൻസർ എന്ന് പറയുന്നത് ഇതിനൊരു ഒറിജിനൽ ലൊക്കേഷൻ ഇവിടെ ഉണ്ടാകും. പക്ഷെ ഈ ഒറിജിനൽ ലൊക്കേഷനിൽ നിന്ന് ത്രൂ ബ്ലഡോ ലിംഫോ, സാധാരണ എൻസൈഡിൽ ബ്ലഡാണ് കൊടുത്തത്, പക്ഷെ ബ്ലഡിലൂടെ മാത്രമല്ല ലിംഫിലൂടെ പോകാറുണ്ട്, ത്രൂ സൂപ്പർഫിഷ്യൽ നമ്മൾ സ്കിന്നിലൂടെ തന്നെ പോകാറുണ്ട്. സോ ബ്ലഡിലൂടെ ഈ സാധനം ഡിസ്ലോഡ് ചെയ്ത് ഈ ബ്ലഡിലൂടെ ഇതിങ്ങനെ പോയി എവിടെയാണോ ബ്ലഡിലൂടെ ഇത് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്, സപ്പോസ് ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്താൽ ഇവിടെ വീണ്ടും ഇതൊരു ക്യാൻസറസ് ഗ്രോത്ത് ആയി മാറുന്നു. ഓക്കെ, ഇത് വീണ്ടും ഇവിടെ വേറെ എവിടെയെങ്കിലും ഡെപ്പോസിറ്റ് ചെയ്താൽ ഇവിടെയും ഇതൊരു ക്യാൻസറസ് ഗ്രോത്ത് ആയി മാറുന്നു. സോ ഇങ്ങനത്തെ ഒരു ഡേഞ്ചറസ് സിറ്റുവേഷൻ ദാറ്റ് ഈസ് കാൾഡ് മെറ്റാസ്റ്റാസിസ്. ദിസ് പെർട്ടിക്കുലർ പ്രോപ്പർട്ടി ഈസ് കാൾഡ് മെറ്റാസ്റ്റാസിസ്. സോ മെറ്റാസ്റ്റാസിസ് ഈസ് വൺ ഓഫ് ദ പ്രോപ്പർട്ടി ഓഫ് ദ മാലിഗ്നന്റ് ട്യൂമേഴ്സ് ബൈ വിച്ച് എന്താ ഈ ഒരു സെല്ലിൽ നിന്ന് ഒറിജിനൽ സൈറ്റിൽ നിന്ന് ബ്ലഡിലൂടെ വേറെ ഡിസ്റ്റൻസ് സൈറ്റിലേക്ക് പോകുന്നു. എവിടെ ഇത് ഡെപ്പോസിറ്റ് ചെയ്യുന്നു അവിടെ ഇത് പുതിയ ഒരു ഗ്രോത്ത് ആയിട്ട് മാറുന്ന ഒരു ഡേഞ്ചറസ് സിറ്റുവേഷൻ ആണ് മെറ്റാസ്റ്റാസിസ്. ദിസ് മെറ്റാസ്റ്റാസിസ് ഈസ് ദ ഡേഞ്ചറസ് പ്രോപ്പർട്ടി ഓഫ് ബിനൈൻ ട്യൂമർ ആണോ? അല്ല, മാലിഗ്നന്റ് ട്യൂമർ ആണ്. കാര്യം ക്ലിയർ ആയല്ലോ. സോ മെറ്റാസ്റ്റാസിസ് പറഞ്ഞു. ഇനി നമുക്ക് ക്യാൻസർ എങ്ങനെയൊക്കെ വരാം? കറക്റ്റ് NCERT വെച്ചിട്ടുള്ള. സോ ക്യാൻസർ കോസസ്
ആണ് ഡിസ്കസ് ചെയ്യുക. ക്യാൻസറസ് ആയിട്ടുള്ള സബ്സ്റ്റൻസിന് നമ്മൾ കാർസിനോജൻസ് എന്ന് പറയാറുണ്ട്. എന്താണ്? കാർസിനോജൻസ്. സോ കാർസിനോജൻസ് ആണ് നമുക്ക് അറിയേണ്ടത്. സോ സാധാരണ നമ്മൾ പറയും നമ്മുടെ അയണൈസിങ് റേഡിയേഷൻസ് ആണ് യൂഷ്വലി അയണൈസിങ് റേഡിയേഷൻസ്. Ionizing radiations like X-ray, gamma ray, X-ray, gamma ray. പിന്നെ നമ്മൾ നോൺ അയണൈസിങ് റേഡിയേഷൻസ് ലൈക്ക് UV, അൾട്രാവയലറ്റ് റേസ്. ഇതൊക്കെ DNA ഡാമേജുകൾ ഉണ്ടാകുമ്പോൾ നിയോപ്ലാസ്റ്റിക് ട്രാൻസ്ഫോർമേഷൻ. നിയോപ്ലാസം എന്ന് പറഞ്ഞാൽ നിയോപ്ലാസം ഈസ് അനദർ മെഡിക്കൽ ടെർമിനോളജി ഫോർ ക്യാൻസർ. നിയോപ്ലാസം, നിയോ എന്ന് വെച്ചാൽ ന്യൂ, പ്ലാസം എന്ന് വെച്ചാൽ ചേഞ്ച്. നിയോപ്ലാസം, ന്യൂ ചേഞ്ച് ഓഫ് ദ സെൽ. സോ എക്സ്റേ അങ്ങനെ DNA ഒരു ചെറിയ മ്യൂട്ടേഷൻ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം അല്ലേ. സോ അയണൈസിങ് റേഡിയേഷൻസ് ഉണ്ടായി. പിന്നെ ഓൺകോജനിക് വൈറസ്, ഓൺകോജനിക് വൈറസുകളെ ഉണ്ട്. ഈ ഓൺകോജനിക് വൈറസുകൾക്ക് വൈറൽ ഓൺകോജീൻസുകൾ ഉണ്ട് അവരുടെ ഉള്ളിൽ. ഫോർ എക്സാമ്പിൾ നമ്മുടെ സാധാരണ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എന്നൊക്കെ പറയും. ഫോർ എക്സാമ്പിൾ ക്യാൻസർ ഫോർ സെർവിക്സ്, സ്ത്രീകൾക്ക് കാണുന്ന ക്യാൻസർ സെർവിക്സ് ഒക്കെ കോസ് ചെയ്യുന്ന ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ഉണ്ട്. പിന്നെ വേറെയും ഒരുപാട് ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ് ആക്ച്വലി ക്യാൻ കോസ് ഈസ് പ്രൂവ്ഡ് ടു കോസ് സർട്ടൻ ക്യാൻസർ. എപ്സ്റ്റീൻ ബാർ വൈറസ്, ഒരുപാട് വൈറസുകളുണ്ട്. ഓക്കെ. പിന്നെ നമുക്കുള്ളത് ചില കെമിക്കൽ കാർസിനോജൻസ്. അയണൈസിങ് റേഡിയേഷൻസ് കഴിഞ്ഞാൽ നമുക്ക് കെമിക്കൽ കാർസിനോജൻസ് ആണുള്ളത്. കെമിക്കൽ കാർസിനോജൻസ് ഫോർ എക്സാമ്പിൾ നമ്മുടെ ടൊബാക്കോ അല്ലെ, ടൊബാക്കോ സ്മോക്കിലുള്ളത് കെമിക്കൽ കാർസിനോജൻസ് ആണ്. പിന്നെ നമുക്ക് നമ്മുടെ ബോഡിയിൽ തന്നെ ക്യാൻസറസ് സെല്ലുകളുണ്ട്. സെല്ലുലാർ ഓൺകോജീൻസ് എന്നാണ് അതിന് പറയുക, അല്ലെങ്കിൽ C-ONC എന്ന് പറയും. ഓർ നമ്മൾ പറയും പ്രോട്ടോ എന്ന് വെച്ചാൽ ഇനാക്റ്റീവ് ആണ്. പ്രോട്ടോ ഓൺകോജീൻസ് നമ്മുടെ ബോഡിയിലെ DNA-അകത്ത് DNA ഒരു സെഗ്മെന്റിൽ ചിലപ്പോൾ ഈ സാധനം ഉണ്ടായേക്കാം, പക്ഷെ അത് ഇനാക്റ്റീവ് ഫോമിലാണ്. ചിലപ്പോൾ ദിസ് ക്യാൻ ബിക്കം, ഫോർ എക്സാമ്പിൾ നമ്മൾ കണ്ണിനെ ബാധിക്കുന്ന ക്യാൻസർ, റെറ്റിനോബ്ലാസ്റ്റോമ എന്നൊക്കെ പറയും, ഒരു ഡേഞ്ചറസ് ക്യാൻസർ ആണ്. ഈ ക്യാൻസർ ഒക്കെ സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു ഓൺകോജീന്റെ ഒരു നിയോപ്ലാസ്റ്റിക് ട്രാൻസ്ഫോർമേഷൻ വഴി വരുന്ന ക്യാൻസർ ആണ് എന്നുള്ളത് പറയും. Okay, this can activate under various conditions and leads to the occurrence of the cancer in our body. Clear ആയല്ലോ? സോ ഇങ്ങനെയൊക്കെ ക്യാൻസറുകൾ നമുക്ക് വരാം. Okay, so these are the causes of cancer. So now എങ്ങനെയാണ് ക്യാൻസർ നമ്മൾ ഡിറ്റക്ട് ചെയ്യുക? So ഡയഗ്നോസിസ് എന്ന് പറയുമ്പോൾ ഏത് ക്യാൻസർ ആണ് എന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്യും. ആക്ച്വലി ഡയഗ്നോസിസ് എന്ന് പറയുന്നത് തന്നെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷെ നിങ്ങളുടെ ഒരു ലെവലിൽ വെച്ചിട്ട് NCERT ലെവൽ വെച്ചിട്ട് നമുക്ക് ഓരോന്നോരോന്നിട്ട് പറയുകയാണെങ്കിൽ ആദ്യം നമുക്ക് ബ്ലഡ് ടെസ്റ്റുകൾ നമ്മൾ ചെയ്യും. ബ്ലഡ് ടെസ്റ്റ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? നമ്മുടെ എന്താ പറയുക, മെയിൻലി നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് WBC ആട്ടോ. ഫസ്റ്റ് നമ്മൾ ഫോക്കസ് ചെയ്യുക WBC. ഇതിലൊക്കെ കൂടുതൽ WBC ആണ് യൂഷ്വലി. ഫോർ എക്സാമ്പിൾ ബ്ലഡ് ക്യാൻസർ നേടിയില്ലേ? ബ്ലഡ് ക്യാൻസറിൽ ലുക്കീമിയ എന്നൊക്കെ പറയുന്ന കണ്ടീഷൻ, ഈ ബ്ലഡ് അല്ലെങ്കിൽ ലിംഫോമ എന്ന് പറയുന്ന വേറെയും കണ്ടീഷൻസ് ഹെമറ്റോളജിക്കൽ മാലിഗ്നൻസി എന്നാണ് പറയുക. ലിംഫോമ, ലുക്കീമിയ പോലുള്ള കണ്ടീഷൻസ് ആക്ച്വലി ബ്ലഡ് ടെസ്റ്റിലൂടെ നമ്മൾ ഡിറ്റക്ട് ചെയ്യാം. ഫോർ എക്സാമ്പിൾ WBCന്റെ കൗണ്ട് നമ്മൾ 6000 to 8000 ആണ് അക്കോർഡിംഗ് ടു NCERT per millimeter cube. നമ്മൾ വെറുതെ എടുത്ത് ചിലപ്പോൾ ഒരു ഉദാഹരണം, ചെറിയൊരു ഉദാഹരണം പറയാം. സാധാരണഗതിയിൽ ഈ ഒരു കുട്ടികൾ പ്രസന്റ് ചെയ്യുക എപ്പോഴെപ്പോഴും ഫീവർ, പനി ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്നു, വെയിറ്റ് ലോസ് ഉണ്ട്, ഇങ്ങനത്തെ ഇഷ്യൂസ് ആയിട്ടായിരിക്കും ക്ലിനിക്കലി ഈ കുട്ടികൾ പ്രസന്റ്. യൂഷ്വലി ചൈൽഡ്ഹുഡ് കുട്ടികളിൽ ലുക്കീമിയ, ലിംഫോമ, ഹെമറ്റോളജിക്കൽ മാലിഗ്നൻസികൾ ഒരുപാട് കോമൺ. അപ്പോൾ അവരുടെ ബ്ലഡ് CBC എന്ന് പറഞ്ഞ ബ്ലഡ് ടെസ്റ്റ് ചെയ്യും. അത് ചെയ്യുമ്പോഴാണ് നമുക്ക് കാണുക അവരുടെ ബ്ലഡ് കൗണ്ടിൽ 30,000 എബോവ് ഒക്കെ കാണാം, 50,000, ചിലർക്ക് 70,000 ഒക്കെ ഉണ്ടാവും. ഓക്കെ, ചിലർക്കൊരു 25,000 ഒക്കെ ആയിരിക്കും കാണാം. അപ്പം നമുക്കൊന്ന് കൺഫേം ചെയ്യാം, നമുക്ക് ഉറപ്പില്ല. അപ്പം നമ്മൾ ചെയ്യുന്നതാണ് ബോൺ മാരോ ടെസ്റ്റ്. ബോൺ മാരോ എന്ന് പറഞ്ഞാൽ ഈ ബ്ലഡ് സെല്ലുകളുടെ ഒക്കെ ഒരു ഫാക്ടറിയാണ് ബോൺ മാരോ. നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ ബോൺ മാരോ ടെസ്റ്റുകൾ. ബോൺ മാരോ ടെസ്റ്റ് നമ്മൾ എങ്ങനെ ചെയ്യുക? ബോൺ മാരോ ടെസ്റ്റ് ചെയ്യുന്നതാണ് ഞാൻ ഈ കാണിച്ചത്. കണ്ടോ, ഇതില് ഇവിടെയാണ് ഇലിയാക് ബോൺ ഉണ്ടല്ലോ. ഇലിയാക് ബോണിന്റെ ബാക്കിൽ നിന്ന് നമ്മൾ ഒരു ചെറിയൊരു ബോൺ മാരോ നീഡിൽ വെച്ചിട്ട് പ്രിക്ക് ചെയ്തിട്ട് ബോൺ മാരോ, ഇത് നമ്മുടെ ഹിപ്പ് ബോൺ ആണ്, ഇവിടുന്ന് പ്രിക്ക് ചെയ്തിട്ടാണ് നമ്മൾ ബോൺ മാരോ സാമ്പിൾ എടുക്കുക. ഓക്കെ, അതാണ് ഒരു ഡിറ്റക്ഷൻ ടെസ്റ്റ്. വേറെ ഡിറ്റക്ഷൻ ടെസ്റ്റ് ആണ് നമ്മുടെ ബയോപ്സി. കണ്ടോ, ബയോപ്സി ഫോർ എക്സാമ്പിൾ ലേഡീസിൽ ഭയങ്കര കോമൺ ആയിട്ടുള്ള സാധനമാണ് ബ്രസ്റ്റ് ക്യാൻസർ. സോ ഇവിടെ ഒരു ലംബ് അല്ലെങ്കിൽ ഒരു മാസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അതിൽ നിന്ന് ഒരു സാമ്പിൾ എടുത്തിട്ട് പരിശോധനയ്ക്ക് അയക്കുന്ന പരിപാടിയാണ്. ഓക്കെ, so that is regarding the test. So ടെസ്റ്റുകൾ നമ്മൾ പറയുകയാണെങ്കിൽ
നമുക്ക് ബയോപ്സോ ബ്ലഡ് ടെസ്റ്റ് ലുക്കീമിയ പോലുള്ള സാധനങ്ങളാണ് എന്ന ഡൗട്ട് വരികയാണെങ്കിൽ നമ്മൾ ബ്ലഡ് ടെസ്റ്റ്, ബോൺ മാരോ ടെസ്റ്റ്, പിന്നെ എന്തെങ്കിലും മാസ് തടിപ്പ് കാണുകയാണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് ഒരു സാമ്പിൾ എടുക്കുന്ന ടെസ്റ്റുകൾ ബയോപ്സി ടെസ്റ്റുകൾ ഉണ്ട്. ബയോപ്സി ടെസ്റ്റുകൾ എന്ന് പറയും ബയോപ്സി മാത്രമല്ല, ചിലപ്പോൾ നീര് കെട്ടിയിട്ടായിരിക്കും, അപ്പോൾ അതിൽ നിന്ന് നീര് കുത്തിയെടുക്കുന്ന ടെസ്റ്റ് ഉണ്ട്, FNAC എന്നൊക്കെ പറയും. അല്ലെങ്കിൽ ഇതിനൊക്കെ കോമൺലി ഹിസ്റ്റോപത്തോളജിക്കൽ ടെസ്റ്റ്. ഹിസ്റ്റോളജി എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് വാട്ട് ടിഷ്യൂസ് ആണ്. പെത്തോളജി എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നങ്ങളാണ്. സോ ഹിസ്റ്റോപത്തോളജിക്കൽ ടെസ്റ്റ് എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. എക്സാമ്പിൾ സ്കിൻ ക്യാൻസർ, സ്കിന്നിൽ ബാധിക്കുന്ന, ഫോർ എക്സാമ്പിൾ ഇങ്ങനെ ഒരു ചെറിയൊരു തടിപ്പ് വന്ന് അല്ലേ, ഒരു ചെറിയൊരു ഉദാഹരണം പറയാം. ഐ ഹാവ് സീൻ മെനി കേസസ് ഇൻ മൈ സർജറി പോസ്റ്റിംഗ് ഇൻ മൈ MBBS കരിക്കുലം. ചെറിയൊരു ഉദാഹരണം, നമ്മൾ കാലിൽ കാണുന്ന, നിങ്ങൾ പേടിപ്പിക്കാൻ വേണ്ടി പറയല്ല കേട്ടോ, പലരും ഇത് പറയുമ്പോൾ മറുകൊക്കെ കണ്ടിട്ട് ഇതാണെന്ന് വിചാരിക്കരുത്. കാലിൽ കാണുന്ന ഒരു ചെറിയ ഒരു കറുപ്പ് കളർ, പെട്ടെന്ന് ഒരു കറുപ്പ് കളർ കാലിൽ, ഇതാ ഇങ്ങനെ ഒരു കറുപ്പ് കളർ വന്നെന്ന് വിചാരിക്കുക, ഒരു കറുപ്പ് മാത്രമേ ഉള്ളൂ, പക്ഷെ അതിൻ്റെ സൈസ് ഇങ്ങനെ കൂടുന്ന പോലെ തോന്നി. ഒരാൾ വന്ന് അയാൾ കുറച്ച് കഴിഞ്ഞ് അയാളുടെ കാല്, കുറച്ച് കഴിഞ്ഞില്ല, അയാൾ വന്നപ്പോഴേക്കും അയാളുടെ കാലിൻ്റെ നമ്മുടെ ഇവിടെ ഇൻഗ്വാനൽ നോഡുകൾ ഇല്ലടോ, ഇൻഗ്വാനൽ ആയിട്ടുള്ള ഏരിയയിലെ ഇവിടെയുള്ള നോഡുകളിലൊക്കെ വീങ്ങിയിട്ടുണ്ട്. ഇവിടെയുള്ള നോഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഗ്രോയിൻ ഏരിയയിലുള്ള നോഡുകളൊക്കെ, ലിംഫ് നോഡുകളൊക്കെ വീങ്ങിയിട്ടുണ്ട്. സോ ആക്ച്വലി സ്പീക്കിംഗ് ദിസ് വാസ് എ ക്യാൻസർ വിച്ച് അഫക്ട്സ് ദ സ്കിൻ. മാലിഗ്നന്റ് മെലനോമ എന്ന് പറഞ്ഞ ഡേഞ്ചറസ് ക്യാൻസർ ആണ് ഇത്. ഇവിടെ നോഡുകളും ഒരുപാട് കിട്ടുന്നുണ്ടായിരുന്നു, അതിനർത്ഥം ഇവിടുന്ന് അത് അങ്ങോട്ടേക്ക് സ്പ്രെഡ് ചെയ്തെന്നാണ് അർത്ഥം. അയാൾ ആക്ച്വലി ബോഡി കംപ്ലീറ്റ് അയാളുടെ ക്യാൻസർ സ്പ്രെഡ് ചെയ്തിരുന്നു. ഈ ഒരു കുഞ്ഞു സാധനം അല്ലെ, സ്കിൻ ക്യാൻസർ. അപ്പൊ ഇതിൽ നിന്ന് എങ്ങനെയാ ഇതാണെന്നുള്ളത് മനസ്സിലാക്കുക, ഇതിൽ നിന്ന് ഒരു സാമ്പിൾ എടുത്തിട്ട് പരിശോധനയ്ക്ക് അയക്കും, ഹിസ്റ്റോപത്തോളജിക്കൽ ടെസ്റ്റുകൾക്ക് അയക്കും. ഓക്കെ. ആൻഡ് ഇൻ മൈ ഫാമിലി ദർ വാസ് എ പേഷ്യന്റ് ലൈക്ക്, ഒരു കുട്ടിയായിരുന്നു. ആ കുട്ടി ഷീ ആക്ച്വലി പ്രസന്റഡ് വിത്ത് എന്താ പറയുക, ചെസ്റ്റ് പെയിനും കാര്യങ്ങളായിരുന്നു. 15 വയസ്സായ കുട്ടിക്ക് ചെസ്റ്റ് പെയിനോ എന്നുള്ളത് വിചാരിച്ചു. പിന്നെ എപ്പോഴും ചുമ ഉണ്ടായിരുന്നു, വെയിറ്റ് ലോസ്, ഫീവർ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ചുമ ഒരു എക്സ്റേ എടുത്തപ്പോൾ കണ്ട കാര്യം, എക്സ്റേയിൽ നമ്മൾ നേരത്തെ ഒരു എക്സ്റേ കണ്ടിരുന്നു, എക്സ്റേയിൽ നോക്കിയപ്പോഴാണ് കണ്ടത് ഇതാ ഇവിടെ വലിയൊരു മാസ് ഉണ്ട്. എക്സ്റേയിൽ മാസ് എന്ന് വെച്ചാൽ ഒരു വൈറ്റ് പാച്ച്. അപ്പോൾ ഇവിടെ കുറച്ച് നോഡുകൾ നമ്മൾ എക്സാമിൻ ചെയ്തപ്പോൾ കിട്ടി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഒരു ബയോപ്സി ടെസ്റ്റിന് അയച്ചു. ബയോപ്സി ടെസ്റ്റിന് അയച്ചപ്പോൾ കുട്ടീൻ്റെ, സോ നമ്മളിപ്പോൾ ഇമേജിങ്, ചെസ്റ്റ് എക്സ്റേ ഒക്കെ എടുത്തു അല്ലേ, ചെസ്റ്റ് എക്സ്റേക്ക് നമ്മൾ ഇമേജിങ് എന്നാണ് പറയുക. ഇമേജിങ്ങിൽ നമുക്ക് എക്സ്റേ ഉണ്ട്. എക്സ്റേ മാത്രമല്ല നമ്മൾ എടുത്തത്, CT സ്കാൻ കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു ആ കുട്ടീൻ്റെ, CT സ്കാൻ. അതേപോലെ തന്നെ MRI സ്കാനിങ് ഒക്കെ ചെയ്യാം നമുക്ക്. MRI ഇപ്പോൾ പെറ്റ് സ്കാൻ എന്നൊക്കെ പറഞ്ഞ വലിയ സ്കാനിങ്ങുകളുണ്ട്, പെറ്റ് സ്കാൻ. അതൊന്നും നിങ്ങൾ NCERT ഇല്ല. സോ എക്സ്റേയും CT സ്കാനും സാധാരണ അയണൈസിങ് റേഡിയേഷൻസ് ആണ് ഉപയോഗിക്കുക. നമ്മുടെ MRI എന്ന് പറയുന്നത് കുറച്ചുകൂടെ നല്ല എഫിഷ്യൻ്റ് ആയിട്ട് കിട്ടുന്നതാണ്, നോൺ അയണൈസിങ് റേഡിയേഷൻസ് ആണ്. MRI സാധാരണ നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് ഒക്കെ വെച്ചിട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് MRI എടുക്കുമ്പോൾ ആകെയുള്ള പ്രശ്നം എന്താ, MRI ആർക്കും എടുക്കാൻ പറ്റാത്തത്, ഉള്ളിൽ എന്തെങ്കിലും ഫോർ എക്സാമ്പിൾ ഹാർട്ടിൽ മെറ്റാലിക് വാൽവ് ഒക്കെ ട്രാൻസ്പ്ലാന്റ് ചെയ്ത ആളുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ ബോൺ ഫ്രാക്ചർ പറ്റിയിട്ട് ആ ബോണിനെ ഫിക്സ് ചെയ്യാൻ അയോണിക് സ്ക്രൂ വെച്ച ആളുകൾ ഉണ്ടാവും. അവർക്കൊന്നും ഇത് പറ്റില്ല. കാര്യം എന്താ, നല്ല സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡാണ് യൂസ് ചെയ്യുക അല്ലേ, മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളിൽ അയൺ ഉണ്ടാവാൻ പാടില്ല. സോ MRIക്ക് ആകെയുള്ള പ്രശ്നം അതാ. അല്ലെങ്കിൽ MRI ഈസ് മോസ്റ്റ് സേഫ് ദാൻ എക്സ്റേ ആൻഡ് CT എന്ന് പറയുന്നത് ആക്ച്വലി ഒരുപാട്, ഒരു 10-20 എക്സ്റേ ഒരുമിച്ച് വരുന്നതാണ് സിംപ്ലി CT. ഓക്കെ. സോ ഇതാണ് ഇമേജിങ് ടെക്നിക്കുകൾ. സോ ആ കഥ. അപ്പോൾ ആ കുട്ടീൻ്റെ എക്സ്റേ എടുത്തപ്പോൾ ഞാൻ പറഞ്ഞു, എക്സ്റേയിൽ ഇങ്ങനെ ഒരു ഡൗട്ട് വന്നു, അതായത് ഈ ഒരു ഏരിയയിൽ എന്തോ ഒരു നോഡുകൾ ഉണ്ട് എന്നുള്ളത് തോന്നി. നോഡ് എന്ന് പറയും മെഡിയാസ്റ്റിൻ എന്നാണ് ഈ പോർഷൻ പറയും. മെഡിയാസ്റ്റിനൽ നോഡുകൾ ഉണ്ടെന്ന് തോന്നി. പിന്നെ കുട്ടീൻ്റെ കഴുത്ത് പരിശോധിച്ചപ്പോൾ അവിടെയും കുഞ്ഞു നോഡുകൾ അവിടെ ഇവിടെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു വെച്ചാൽ, ഐ സെൻഡ് ഹെർ ടു കാലിക്കറ്റ്. അവിടെ പത്തോളജി ഡിപ്പാർട്ട്മെന്റിൽ സെൻഡ് ചെയ്തു. ഇവിടുന്ന് ഒരു സാമ്പിൾ എടുത്തു. അതിൻ്റെ ഇടയിൽ ഇവളുടെ ചെസ്റ്റിൻ്റെ ഒരു CT സ്കാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് സാമ്പിൾ എടുത്ത് ബയോപ്സി ടെസ്റ്റിന് അയച്ചു. റിപ്പോർട്ട് came as lymphoma. ലിംഫോമ എന്ന് പറയുന്നത് ലിംഫ് നോഡിനെ ബാധിക്കുന്ന ഒരു ക്യാൻസർ ആണ്. സോ പക്ഷേ thankfully that was the early stage of that girl and we have gave her as a treatment. നമുക്ക് എന്തൊക്കെ കൊടുത്തു എന്ന് ചോദിച്ചാൽ, ട്രീറ്റ്മെന്റ് നമ്മൾ മെയിൻലി കീമോതെറാപ്പി മാത്രമേ ആ കുട്ടിക്ക് കൊടുത്തുള്ളൂ. 6 cycles of chemotherapy കൊടുത്തു and she is perfect, all right now, ടേക്കിംഗ് റെഗുലർ ഫോളോ അപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. സോ ഇമേജിങ് മാത്രമല്ല, ചില ആന്റിജൻ ടെസ്റ്റുകളൊക്കെ ചെയ്യുന്നുണ്ട്. ആന്റിബോഡീസ്, ഈവൻ PCR ക്യാൻ ആൾസോ ബി യൂസ്ഡ് ടു ഡിറ്റക്ട് ദ മ്യൂട്ടേഷൻ. ജീൻസിൽ മ്യൂട്ടേഷൻസ് ഒക്കെ ഉണ്ടോ എന്നുള്ള അറിയാൻ വേണ്ടി PCR ടെസ്റ്റുകളൊക്കെ ഉണ്ട്. സോ ആന്റിബോഡി ഡിറ്റക്ഷൻ, ആന്റിജൻ ഡിറ്റക്ഷൻ ടെസ്റ്റുകളൊക്കെ നമുക്ക് ചെയ്യാം. സോ കീമോതെറാപ്പി, റേഡിയോ തെറാപ്പി കൊടുക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ ബ്രസ്റ്റ് ക്യാൻസറിന് റേഡിയേഷൻസ് അടിക്കാറുണ്ട്. പിന്നെ നമ്മൾ സർജറി ചെയ്യാറുണ്ട്.
സർജറി ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിൾ ബ്രസ്റ്റ് ക്യാൻസറിൽ നമ്മൾ ചിലപ്പോൾ ബ്രസ്റ്റ് കംപ്ലീറ്റ് റിമൂവ് ചെയ്യേണ്ടി വരും, മാസ്റ്റക്ടമി എന്നൊക്കെ പറയും. ഓക്കെ, സോ പിന്നെ NCERT കൊടുത്തത് ബയോളജിക്കൽ റെസ്പോൺസ് മോഡിഫയേഴ്സ് ആയിട്ടുള്ള ആൽഫ ഇന്റർഫെറോൺസ് നമുക്ക് ആഡ് ചെയ്യാം. ആൽഫ ഇന്റർഫെറോൺസ് ദാറ്റ് ക്യാൻ ആക്ച്വലി ആക്ടിവേറ്റ് ദ ഇമ്മ്യൂൺ സിസ്റ്റം. ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ആക്ടിവേറ്റ് ചെയ്തിട്ട് അതിനെ ഒരു ട്യൂമറിനൊക്കെ ഡിസ്ട്രോയ് ചെയ്യാം. ഓക്കെ, മോണോക്ലോണൽ ആന്റിബോഡി എന്നൊക്കെ പറഞ്ഞ സാധനങ്ങളൊക്കെ നമ്മൾ ട്രീറ്റ്മെന്റിൽ നിങ്ങൾ ഹയർ ലെവൽ, നിങ്ങൾ BBS ലെവലൊക്കെ എത്തുമ്പോൾ പഠിക്കും. സോ ഇത്രയും കാര്യങ്ങളാണ് ട്രീറ്റ്മെന്റ് ആയിട്ട് NCERT പറഞ്ഞത്. സോ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്ന ഒരു പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആയിട്ടാണ് ഞാൻ പറഞ്ഞത്, ടു മേക്ക് യു ദ തിങ്സ് ക്ലിയർ ഇൻ യുവർ മൈൻഡ്. സോ ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ യു വിൽ ആസ്ക് മീ. സോ ഇത്രയാണ് നമുക്ക് ക്യാൻസർ എന്നുള്ള ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, ഇപ്പോഴത്തെ ക്യാൻസറിനെ ഒരു സ്റ്റിഗ്മ പണ്ട് മുതലേ ഉള്ളതല്ലേ, ക്യാൻസർ സ്റ്റിഗ്മ. സ്റ്റിഗ്മ എന്ന് പറഞ്ഞാൽ ഒരു പേടി, സൊസൈറ്റിക്ക് ഒരു സ്റ്റിഗ്മ ഉണ്ട് ഇപ്പോഴും ക്യാൻസറിനോട്. പക്ഷേ ആസ് സച്ച് ക്യാൻസർ എന്ന് പറയുന്ന സാധനം പഴയ പോലെ അല്ല. പെട്ടെന്ന് ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈസിലി ട്രീറ്റബിൾ ആയിട്ടുള്ള ഒരുപാട് ക്യാൻസറുകൾ വന്നിട്ടുണ്ട്. സോ നോ നീഡ് ഓഫ് സ്റ്റിഗ്മ എനിമോർ. ഞാൻ പറഞ്ഞ എൻ്റെ ഫാമിലിയിൽ ആ ഒരു 15-year ഗേൾ ആയിരുന്നു. അവരുടെ ആകെ വേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒരു മെന്റൽ സ്ട്രെങ്ത് ആണ്. ഷീ ഹാഡ് എ വെരി എക്സലന്റ് മെന്റൽ സ്ട്രെങ്ത് ആക്ച്വലി. ഈവൻ ഹെർ മദർ ആൾസോ ഇനീഷ്യലി കുറച്ച് ട്രബിൾ ഉണ്ടായെങ്കിലും ഹെർ മദർ ആൾസോ ഗോട്ട് പിക്ക് ചെയ്തു. അവര് കീമോതെറാപ്പി കൊടുക്കുമ്പോൾ ഒബ്വിയസ്ലി അതിന്റെ ഫലമായിട്ട് എന്തായാലും മുടിയൊക്കെ പോകും. പക്ഷെ അവർ നല്ലൊരു എക്സലന്റ് വിഗ് ഒക്കെ അതിന്റെ മുന്നേ കണ്ടെത്തിയിരുന്നു. ആക്ച്വലി ബീങ് എ ഗേൾ, അവർക്ക് എന്തോ ആക്ച്വലി ഐ ഡോണ്ട് തിങ്ക് സോ ബീങ് എ ഗേൾ ഓർ ബീങ് എ ബോയ് ദർ ഇസ് നത്തിങ് ആക്ച്വലി മീൻസ്. പക്ഷെ നമ്മുടെ സൊസൈറ്റി അങ്ങനെയാണ്. എന്താ പറയാ, ഇതൊരു പുറത്ത് പറയുന്നത് എന്തോ ഒരു കുറച്ചിലുള്ള പോലെ തോന്നുന്നു. അതുകൊണ്ട് അവർ സ്റ്റിൽ ആർക്കും അറിയില്ല ആക്ച്വലി. ദാറ്റ്സ് ദ തിങ്. ഓക്കെ, ഈവൻ യു ഡോണ്ട് നോ, ഈവൻ യു നോ ദാറ്റ്സ് ഓൺലി മൈ റിലേറ്റീവ്, വാട്ട് എവർ. സോ ഇതാണ് ക്യാൻസറിനെ സംബന്ധിച്ച് നമുക്ക് പറയാനുള്ളത്. നെക്സ്റ്റ് വി ഹാവ് ടു ഡിസ്കസ് അബൌട്ട് ഡ്രഗ്സ് ആൻഡ് ആൽക്കഹോൾ അബ്യൂസ്.